കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. അവിടുത്തെ പൊന്മുഖത്തേക്ക് നോക്കാൻ ഓരോ നിമിഷവും അവിടെ നൽകുന്ന സാവകാശം ശ്രേഷ്ഠമാണ്. അവിടുത്തെ മുഖത്തേക്ക് നോക്കിയാലും ഒരു കാരണവശാലും ലജ്ജിച്ച് പോകുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. വിളിക്കുന്നവരെ വിളിക്കുന്ന വിളി കേൾക്കുന്ന സർവശക്തനായൊരു ദൈവമുണ്ട് കേട്ടോ. നിലവിളിക്കുന്ന സമയത്ത്, ഭയപ്പെടുന്ന സമയത്ത്, ഭാരപ്പെടുന്ന സമയത്ത് ഒറ്റയ്ക്കാവും. അപ്പോൾ ആർക്കും ആ വിളി കേൾക്കാൻ പറ്റില്ല. എന്നാൽ അവിടെയും നമ്മുടെ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്കറിവുള്ള കാര്യം, മിസ്രയീമിൽ ജനം നിലവിളിക്കാൻ തുടങ്ങി, സങ്കടപ്പെടാൻ തുടങ്ങി, തകരാൻ തുടങ്ങി, വേദനിക്കാൻ തുടങ്ങി. നിരാശയകത്ത് വന്നു. പക്ഷെ ദൈവം അവരെ കൈവിട്ടില്ല, ദൈവം അവരെ ഉപേക്ഷിച്ചില്ല, ദൈവം അവരെ തള്ളിക്കളഞ്ഞില്ല. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു, സങ്കടം ഞാൻ അറിഞ്ഞു. നിലവിളിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നിലവിളി സ്വർഗത്തിൻ്റെ വാതിലുകളെ തുറന്നെങ്കിൽ ദൈവം പറയും, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന നമുക്കറിയാം. കാരാഗ്രഹത്തിനകത്തേക്ക് ദൂതനെ ഇറക്കാനിടയായി, കാരാഗ്രഹം തുറക്കാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലും പ്രാർത്ഥിക്കുന്നതിൻ്റെ ജനത്തിനു വേണ്ടി തിരുമഹത്വം വെളിപ്പെടുത്തി ആദരിക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ദൈവാത്മാവ് ശക്തമായി ദൂതറിയിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദൈവം അത്ഭുതം ചെയ്യും. നിങ്ങൾ ദൈവം മുമ്പാകെ വിഷയങ്ങളെ സമർപ്പിക്കൂ. വീര്യം പ്രവർത്തിക്കുന്ന സർവശക്തനായൊരു ദൈവമുണ്ട്. അവിടുത്തെ പ്രവൃത്തിയെ തടയാൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ല. ഞാൻ പ്രവർത്തിക്കും, ആര് തടയുമെന്ന് ചോദിക്കുന്ന ദൈവശബ്ദം പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഇന്ന് പകലും വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കൂ. നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോവില്ല, നിങ്ങളുടെ തലമുറകൾ ലജ്ജിച്ചു പോകില്ല, നിങ്ങൾ തളരില്ല. ധൈര്യം ചോർന്നു പോകുന്നവരെ ഇന്ന് പകലും ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തമായി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരികയാണ്. ആ ദൈവകരം നിങ്ങളെ പിടിച്ചിട്ടുണ്ട്. നാം പിടിച്ചതല്ല, അവിടുന്ന് പിടിച്ചതാണ്. അവിടുന്ന് പിടിച്ചാൽ ഏതൊക്കെ ശക്തമായ വെല്ലുവിളികൾ വന്നാലും ദൈവത്തിൻ്റെ കരത്തിൽ നമ്മളെ പിടിച്ചെടുക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് ഇന്ന് പകൽ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. വളരെ സുപരിതമായൊരു വാക്യം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു. യെശയ്യാപ്രവചനം 54-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഉപേക്ഷിക്കപ്പെട്ട
മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. ഈ യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യ എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. ഇവിടെ പറയുന്ന ഭാഗം ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവം, വീണ്ടെടുപ്പുകാരനായ യഹോവ, സർവഭൂമിയുടെയും ദൈവം എന്ന് വിളിക്കപ്പെടുന്നവനാണ് നമ്മളോട് അരുളി ചെയ്തത്. ഇസ്രായേലിന്റെ പരിശുദ്ധൻ, വീണ്ടെടുക്കാൻ കഴിയുന്നവൻ, സർവഭൂമിയുടെയും ദൈവം, സകലത്തെയും നിയന്ത്രിക്കുന്നവൻ, സകലത്തെയും കാൽ കീഴാക്കിയവൻ, സകലത്തിൻ്റെ എല്ലാക്കും കാരണഭൂതനുമായവൻ, ഇന്ന് പകലിലും എൻ്റെ ദൈവമാണ്, എൻ്റെ കർത്താവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. അവിടുത്തെ വചനം വിളിച്ചു പറയുന്നത് ശ്രദ്ധിക്കൂ. ഉപേക്ഷിക്കപ്പെട്ട് മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ. അപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട, തള്ളപ്പെട്ട, ഒറ്റപ്പെട്ട അവസ്ഥയിലിരിക്കുന്ന, അതും മനോവ്യസന ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയും മറ്റൊരിടത്ത് വായിക്കുന്നുണ്ട്. അപ്പോൾ മൈൻഡ് ഇടിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ, മൈൻഡിൻ്റെ മുറിവുകൾ, വേദനകൾ, ഹൃദയത്തിൻ്റെ തകർച്ചകൾ കൂട്ടുകാർക്കോ ചർച്ചക്കാർക്കോ സഹോദരങ്ങൾക്കോ അറിയാതിരിക്കുമ്പോൾ അതിനെ അറിയുന്ന സർവശക്തനായ ദൈവം നിന്നെ വിളിക്കുന്നു. മനോവ്യസനത്തിലിരിക്കുന്ന ചില വ്യക്തികളെ വിളിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. മറ്റാരും വിളിക്കാറില്ല, മറ്റാരും നിന്നോട് സഹകരിക്കാറില്ല, മറ്റാർക്കും നിന്റെ ശബ്ദം കേൾക്കുന്നതിൽ താല്പര്യമില്ലാതിരിക്കുമ്പോൾ നിന്റെ മനസ്സിൻ്റെ വേദന കണ്ടിട്ട് സ്വർഗമൊന്ന്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ് ഇറങ്ങി വരും, നിന്നെ വിളിക്കും. 38 സംവത്സരം ബെഥെസ്ദ കുളക്കരയിൽ കിടന്ന മനുഷ്യൻ നിരാശയകത്ത് വന്ന് പലരും രക്ഷപ്പെടുന്നത് കണ്ട് മൈൻഡ് ഇടിഞ്ഞു പോയി. പക്ഷെ അവൻ കിടക്കുന്നത് അറിഞ്ഞിട്ട് യേശു വരികയാ, ചോദിക്കുക, എത്ര കാലമായി നിന്നോട് സംസാരിക്കുക? നമുക്കറിയാം, ബർത്തിമായി എന്ന് പറഞ്ഞ കുരുടനായ മനുഷ്യൻ യേശുവേ ദാവീദ് പുത്ര എന്ന് ഉറക്കെ വിളിച്ചോ. പലരും ശാസിച്ചിട്ടും താൻ വിളിക്കാൻ തയ്യാറായി. അവിടെ എന്താ സംഭവിച്ചു? യേശു അവനെ വിളിക്കുന്നു. ശിഷ്യന്മാർ പറയുക, യേശു നിന്നെ വിളിക്കുന്നു, ധൈര്യപ്പെടുക. ഈ പകൽ എത്ര നാളായി നീ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? എത്ര നാളായി നിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട്? എത്ര നാളായി നിന്റെ വ്യക്തിത്വം അടഞ്ഞിട്ട്? പക്ഷേ മനോവ്യസനത്തിലിരിക്കുന്ന ചിലരെ ഈ പകലും കർത്താവ് വിളിക്കുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിഷയം, നിങ്ങളുടെ തലമുറയുടെ വിഷയം, നിങ്ങളുടെ മിനിസ്ട്രി, മുൻപോട്ട് പോകാൻ കഴിയാതെ തകർന്നിരിക്കുന്ന അവസ്ഥകൾ, ഇവിടെ നിങ്ങളെ വിളിക്കുന്നത് ഒരു മനുഷ്യനല്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ സൃഷ്ടിതാവായ ദൈവം, നിർമ്മിക്കുന്ന ദൈവം, വിളിച്ചു വരുത്തുന്നവൻ, മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ ഇന്ന് പകലായി ശബ്ദം കേൾപ്പിക്കുന്നു, എൻ്റെ അടുക്കിലേക്ക് വരിക, എനിക്ക് നിന്നോട് സംസാരിക്കാൻ കഴിയും, നിന്റെ വേദനകളെ എനിക്ക് എടുത്തു മാറ്റാൻ കഴിയും. അതുപോലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീ, ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട, വൈധവ്യം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയ, തള്ളപ്പെട്ടു പോയ, നീതി നിഷേധിക്കപ്പെട്ട, ഇനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന, സ്ട്രഗിൾ ചെയ്യുന്ന ചിലരെ കർത്താവ് പകൽ ചേർക്കുകയാണ്, മാർവോട് അണയ്ക്കുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല പ്രിയരെ, കാരണം നിന്റെ യൗവനത്തിൽ നിന്ന് നീ മറക്കും, ലജ്ജ നീ മറക്കും. അതിന് തൊട്ട് മുമ്പത്തെ വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്. കാരണം യൗവനകാലം വളരെ ശക്തിയുള്ള കാലമാണ്, ബലമുള്ള കാലമാണ്. പക്ഷെ അവിടെയും ലജ്ജിക്കപ്പെട്ട ചിലർ, നീ അത് മറക്കാൻ പോകുക. ആ ലജ്ജ നീ മറക്കാൻ പോകുക. കർത്താവിൻ്റെ ശബ്ദം ഇന്ന് പകൽ നിന്നെ വിളിക്കുന്നു. നിന്റെ അടുക്കലേക്ക് ആ ശബ്ദം പുറപ്പെടുകയാണ്. മൺപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം, വനങ്ങളുടെ തോലൊരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം, കാദേശ് മരുവിനെ നടക്കുന്ന യഹോവയുടെ ശബ്ദം, തൻ്റെ ജനത്തിന് ശക്തി നൽകുന്ന യഹോവയുടെ ശബ്ദം, സമാധാനം നൽകി അനുഗ്രഹിക്കുന്ന യഹോവയുടെ ശബ്ദം
ഇന്ന് പകൽ നിങ്ങളെ ടച്ച് ചെയ്യുന്നു. യേശു വിളിക്കുന്നു. സ്ത്രീയെ, നീ മനോവസനത്തിലിരിക്കുകയാണോ? അക്ഷരികമായിട്ടല്ലത് പറയുന്നെങ്കിൽ പോലും സിയോനെ പറ്റിയാണ് പറയുന്നത്. വേദനിക്കപ്പെട്ട സിയോനെ, തകർക്കപ്പെട്ട സിയോനെ, ഒതുക്കപ്പെട്ടത്, ഈ പകൽ ദൈവശബ്ദം നിന്റെ മേൽ മുഴങ്ങുക. നിന്നെ പണിയാൻ, നിന്നെ പുറത്തു കൊണ്ടുവരാൻ, നിന്റെ നിന്ദകളെ മാറ്റാൻ ഒരുവൻ്റെ ശബ്ദം ഈ പകൽ പുറപ്പെടുക. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിൻ്റെ നിന്ന നാളുകൾ അനേകം സംവത്സരങ്ങളായി നിന്റെ ഓർമ്മയായ നിമിഷം മുതൽ ഒന്ന് മാറി മറ്റൊന്നായി ചില നിന്ദകളും ലജ്ജകളും നിന്റെ മേലും നിന്റെ തലമുറയുടെ മേലും അനുഭവിക്കുന്നെങ്കിൽ ഈ പകൽ ഒരു ശബ്ദം, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്റെ നിന്ദകളെ എടുത്തു മാറ്റും. എനിക്കുള്ള നിന്നയും ലജ്ജയും അപമാനവും നീ അറിയുന്നത് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അറിയുന്ന ദൈവം ഇറങ്ങി വരുന്നു. ആ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകുന്നു. യേശുവിൻ്റെ നാമത്തിൽ മനസ്സിനെ തകർന്നിരിക്കുന്നവർ ഈ പകൽ വിടുതൽ പ്രാപിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ അകത്തേക്ക് വരുന്നു. ആത്മാവ് നിങ്ങളെ ടച്ച് ചെയ്യുന്നു. ഹല്ലേലൂയ. വിഷയം ഏതുമാകട്ടെ, ഇന്ന് പകൽ നുറുങ്ങിക്കിടക്കുന്ന നുറുങ്ങുന്ന ചില വിഷയങ്ങൾ, നീറിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ ദൈവം കാണും. മനോവ്യസനത്തിലിരിക്കുന്നവരെ ഇന്ന് പകൽ അറിയുന്ന ദൈവം, നാളുകൾ 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 എനിക്കിനി ഒരു സ്വസ്ഥത വരുമോ, സമാധാനം വരുമോ, എൻ്റെ വിഷയത്തിനൊരു തീർപ്പ് കൽപ്പിക്കുമോ എന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവം പറയുന്നു, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്നെ തള്ളിക്കളയില്ല. ആരൊക്കെ തള്ളിക്കളയാലും മാറ്റി നിർത്തിയാലും നിന്നോട് സംസാരിക്കാതിരുന്നാലും യോസഫേ, സർവശക്തൻ നിൻ്റെ കൂടെയുണ്ട്. അതേ സങ്കടദേശത്ത് തന്നെ നിന്നെ ദൈവം വർദ്ധിപ്പിക്കും. നിന്ദിച്ചവരെല്ലാം നിൻ്റെ മുമ്പാകെ കടന്നു വരും. ഈ പകൽ സ്വർഗം നിന്നെ ടച്ച്. യേശുവിൻ്റെ നാമത്തിൽ ദൈവം ചില കുടുംബങ്ങളെ വ്യക്തമായി ടച്ച് ചെയ്യുന്നു. വിശ്വസിക്കുക. നിങ്ങളുടെ വിഷയത്തിന്മേൽ സ്വർഗം ഇന്ന് പകൽ അത്ഭുതം ചെയ്യുകയാണ്. നടക്കാത്ത ചില വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എഫത തുറന്നു വരികയാണ്. ശരീരത്തിന്മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. യേശുവിൻ്റെ ശബ്ദം, യേശുവിൻ്റെ ഒരു വിളി, മകനെ മകളെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകലിലും അവിടുത്തെ ജനത്തിൻ്റെ മേൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. സ്വർഗം അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടിയിൽ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ, ഉദ്ധാരണം വെളിപ്പെട്ട് വരട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മനോവ്യസനത്തിലിരിക്കുന്നവരെ പോലെ ഒറ്റപ്പെട്ടിരിക്കുന്ന ചിലരെ ഈ പകലിലും സ്വർഗീയ ശബ്ദം കേൾപ്പിക്കുന്നു. അവിടുന്ന് വിളിക്കുന്നു, അവിടുത്തെ ശബ്ദം കേൾപ്പിക്കുന്നു, അവിടുന്ന് നിങ്ങളെ ടച്ച് ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെയിരിക്കും. ഈ വചനങ്ങളാൽ അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ ബസ്മിജുമൻ.